ഇനി നമുക്ക് പറയാൻ പോകുന്നത് ലിക്വിഡ് സ്റ്റേറ്റാണ്. ഗ്യാഷ്യസ് സ്റ്റേറ്റ് പോലെ ഗ്യാസിലുള്ള പല ലോസും നമുക്ക് ലിക്വിഡിൽ നമ്മൾ പറയാറുണ്ട്. കാരണം ഗ്യാസും ലിക്വിഡും ഒരു അല്ലേ, നമുക്കറിയാം പല പ്രോപ്പർട്ടിയും കുറേ സിമിലാരിറ്റി ഉള്ളൊരു രണ്ട് സ്റ്റേറ്റ് ആണോ എന്ന് തന്നെ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന രീതിയിലെങ്കിൽ അത് രണ്ട് സ്റ്റേറ്റാണ് അല്ലേ. ഗ്യാസ് സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്, എന്നാൽ ഒരുപാട് സിമിലാരിറ്റിയും കൂടെ ഉണ്ട് അല്ലേ. അതാണ് ലിക്വിഡ് സ്റ്റേറ്റ്. ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ലിക്വിഡുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന് ഡെഫിനിറ്റ് ഷേപ്പില്ല, ഡെഫിനിറ്റ് വോളിയുണ്ട് അല്ലേ. അതുപോലെ തന്നെ അതിനൊരു പാർട്ടിക്കിൾസിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡിനേക്കാളും കുറവാണ്, എന്നാൽ ഗ്യാസിനേക്കാളും കൂടുതലാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടീസ്, ലിക്വിഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറേ പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നെ പല ലോസും നമുക്ക് ലിക്വിഡിൽ, നമ്മൾ പറഞ്ഞ ഗ്യാസിൻ്റെ ലോസ് എല്ലാം നമുക്ക് ലിക്വിഡിലും കൂടെ അപ്ലൈ ചെയ്യാം അല്ലേ. അത് നമ്മൾ ആ ഒരു ലിക്വിഫിക്കേഷൻ ഓഫ് ഗ്യാസിൻ്റെ ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും ഗ്യാസിനെ പെട്ടെന്ന്, ലിക്വിഡിനെ പെട്ടെന്ന് ഹീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഗ്യാസൊക്കെ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു അല്ലേ, ഗ്യാസിന് ഉള്ള പല പ്രോപ്പർട്ടി, ഇപ്പോൾ ഇതിന് മൂവ് ചെയ്യാൻ കഴിയും, പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ കഴിയും, അങ്ങനെയുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഗ്യാസുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിലും കൂടി ലിക്വിഡിന് സ്വന്തമായിട്ടുള്ള ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാണ് ഇവാപ്പറേഷൻ. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് ചൂടാക്കി, വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ വേണ്ട, നിങ്ങളൊരു കയ്യിൽ ഒരു പാത്രത്തിൽ, ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് മണ്ണെണ്ണ എടുക്കുകയാണ്. മണ്ണെണ്ണ ലിക്വിഡാണല്ലോ അല്ലേ. ഓപ്പൺ വെസൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഇവാപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ പോകും. ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ ടെമ്പറേച്ചറിലും ഉണ്ടാവും. പാർട്ടിക്കിൾസ് അതിലുള്ള ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസിലുള്ള പാർട്ടിക്കിൾസ് സ്ലോ ആയിട്ട് പുറത്തേക്ക് ഗ്യാസായിട്ട് മാറുന്നതിനെയാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. വെൻ എ ലിക്വിഡ് പ്ലേസ്ഡ് ഇൻ ഓപ്പൺ വെസൽ ആൻഡ് ഹീറ്റഡ് ഇറ്റ് സ്ലോലി എസ്കേപ്സ് ഇൻ ടു ഗ്യാഷ്യസ് ഫേസ്. അപ്പോൾ ഏറ്റവും സർഫസിലുള്ള പാർട്ടിക്കിൾസ് സ്ലോ ആയിട്ട് ഗ്യാഷ്യസ് ഫേസിലോട്ട് മാറും. അതിനെയാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്കറിയാം, ഒരു ലിക്വിഡിൽ അതിൻ്റെ വേപ്പർ, അതിൻ്റെ ലിക്വിഡിൻ്റെ വേപ്പർ തന്നെ ആ ഒരു ലിക്വിഡ് സർഫസിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. നമുക്കറിയാം, സർഫസിലുള്ള മോളിക്യൂൾ സ്ലോ ആയിട്ട് ആദ്യം ഇവാപ്പറേറ്റ് ചെയ്യും. ഈ ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സർഫസിൽ അതിൻ്റെ ലിക്വിഡിൻ്റെ വേപ്പർ വരും. ഈ ലിക്വിഡ് വേപ്പർ അതേ ലിക്വിഡിൻ്റെ മുകളിൽ തന്നെ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ആ പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയും. The pressure exerted by the vapors above the liquid surface in equilibrium with the liquid at a given temperature is called vapor pressure. അപ്പോൾ ഒരു ലിക്വിഡിന് മുകളിൽ അതിൻ്റെ തന്നെ ലിക്വിഡ് വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ പറയുന്നൊരു കോൺസെപ്റ്റാണ് ബോയിലിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇവാപ്പറേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, കാരണം സർഫസിലുള്ള ലിക്വിഡ് മോളിക്യൂൾസ് ഗ്യാഷ്യസ് ഫേസിലോട്ട് മാറുന്നതിന് ഇവാപ്പറേഷൻ എന്ന് പറയും അല്ലേ. ഇത് ഓൾമോസ്റ്റ് എല്ലാ ടെമ്പറേച്ചറിലും നടക്കും ഇവാപ്പറേഷൻ. എന്നാൽ ബോയിലിംഗ് എന്ന് പറയുന്നത്, തിളയ്ക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് നടക്കുക. ആ ഒരു ടെമ്പറേച്ചറിനെയാണ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുക. ആദ്യം നമുക്ക് ബോയിലിംഗ് എന്താണെന്ന് പറയാം. ബോയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസിലുള്ള മോളിക്യൂളല്ല, നമ്മളൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ നമുക്കറിയാം ഉള്ളിലുള്ള വാട്ടർ മോളിക്യൂള് ഹീറ്റ് ചെയ്യണ സമയത്ത്, വാട്ടർ എടുക്കുക, ഉള്ളിലുള്ള മോളിക്യൂള് ഹീറ്റ് ചെയ്യണ സമയത്ത് അതിൽ പിന്നെ ഇതെന്ത് ചെയ്യുന്നു, ഉള്ളിലുള്ള വാട്ടർ മോളിക്യൂൾ ഇവാപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് എസ്കേപ്പ് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ ബബിൾസ് ഫോമിലാണ് പോവുക. അതിനെയാണ് ബോയിലിംഗ്. നമ്മൾ തിളയ്ക്കുമ്പോൾ നമുക്ക് ബബിളായിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഉള്ളിലുള്ള ബൾക്കിലുള്ള വാട്ടർ മോളിക്യൂള്
ഇവാപ്പറേറ്റ് ചെയ്ത് ബൾക്കിലുള്ള വാട്ടർ മോളിക്യൂള് എസ്കേപ്പ് ചെയ്തിട്ട് സർഫസിലോട്ട് പോകുന്നതിനെയാണ് ബോയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് നടക്കുക. അതിനെയാണ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ദ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് എ ലിക്വിഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് ബിക്കം ഈക്വൽ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരു ഓപ്പൺ വെസൽ എടുക്കുകയാണെങ്കിൽ അവിടെ എക്സേർട്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ പ്രഷർ ഏതാണ്? അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. ഈ അറ്റ്മോസ്ഫറിക് പ്രഷർ നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ടർ വേപ്പറിൽ അപ്ലൈ ചെയ്യുന്ന വേപ്പർ പ്രഷറിന് തുല്യമാവുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ബോയിലിംഗ് നടക്കുക. ഓക്കെ, അപ്പോൾ ഈ ബോയിലിംഗ് പോയിന്റിൽ വെച്ചിട്ടാണ് ബോയിലിംഗ് നടക്കുക. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്മോസ്ഫറിക് പ്രഷറും വേപ്പർ പ്രഷറും തുല്യമാവുന്ന ആ ഒരു ടെമ്പറേച്ചറിന് പറയുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ്. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് the vapor pressure of liquid become equal to atmospheric pressure. നോർമലി നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് രണ്ട് രീതിയിൽ പറയാറുണ്ട്. നോർമൽ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിൻ്റ് അറ്റ് 180 അതിന് 100 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ നോർമലി പറയും അല്ലേ. എന്നാൽ മറ്റൊരു ടേമാണ് സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിൻ്റ്. എന്നാൽ ബോയിലിംഗ് പോയിൻ്റ് അറ്റ് 1 ബാർ പ്രഷർ, അതിനെയാണ് അറ്റ്മോസ്ഫറിക് പ്രഷറിന് പകരം 1 ബാർ പ്രഷറാണ്. ചെറിയൊരു വ്യത്യാസമാണ്. ഇത് 99 ആ ഒരു പോയിൻറ്റ് സംതിങ് വരും. ഈ 100 ഡിഗ്രിക്ക് പകരം ഒരു 99.7 അങ്ങനെ എന്തോ ഒരു ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ ചെറിയൊരു ഡിഫറൻസാണ് ഈ ഒരു നോർമൽ ബോയിലിംഗ് പോയിൻറ്റും സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിൻ്റ്. ആ ഡിഫറൻസ് എന്തുകൊണ്ടാണ്? അറ്റ്മോസ്ഫറിക് പ്രഷറും അതുപോലെ നമ്മൾ അവിടെ പ്രഷർ ATM അറ്റ്മോസ്ഫറിക് പ്രഷറിൽ എടുക്കുമ്പോഴാണ് നമ്മൾ 1 ബാറിൽ എടുക്കുമ്പോൾ ഉള്ള ബോയിലിംഗ് പോയിൻ്റാണ് സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിൻ്റ്. 1 ATM എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ബോയിലിംഗ് പോയിൻ്റാണ് നോർമൽ ബോയിലിംഗ് പോയിൻ്റ്. രണ്ടും രണ്ട് ഡിഫറെൻറ്റ് രീതിയിൽ നമ്മൾ കാണുന്നതുകൊണ്ടുള്ള പേരിലുള്ള വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ ബോയിലിംഗ് നടക്കുന്ന എപ്പോഴും ബോയിലിംഗ് പോയിൻ്റിൽ വെച്ചിട്ടാണ്. ഇനി അടുത്തൊരു ടേമാണ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പാർട്ടിക്കിൾസിൻ്റെ സർഫസിൽ അതേപോലെ പാർട്ടിക്കിൾസിൻ്റെ ഉള്ളിലും നമ്മൾ വാട്ടറിൻ്റെ ലിക്വിഡ് സർഫസിലും ലിക്വിഡിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾ കൺസിഡർ ചെയ്യാം. ലിക്വിഡിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂള് ആവുന്ന സമയത്ത് നമുക്കറിയാം അതിൻ്റെ ചുറ്റും അട്രാക്ഷനാണ്, അട്രാക്റ്റീവ് ഫോഴ്സ്, ചുറ്റുമുള്ള മോളിക്യൂളിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. എന്നാൽ സർഫസിനെ സംബന്ധിച്ച് ചിത്രത്തിൽ കാണാം അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ഒരു ഭാഗത്തോട്ട് മാത്രമേ അട്രാക്റ്റീവ് ഫോഴ്സ് വരും. കാരണം മുകളിൽ എന്തില്ല? പാർട്ടിക്കിൾസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ലിക്വിഡിൻ്റെ ഉള്ളിലോട്ട് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ദ മോളിക്യൂൾ ഓഫ് ലിക്വിഡ് അറ്റ് സർഫസ് ഏരിയ the molecules of liquid at the surface are in a different situation than those in the interior of the liquid. നമുക്ക് ചിത്രത്തിൽ നിന്ന് ക്ലിയർ ആണ്. സർഫസിലുള്ള മോളിക്യൂളും ഉള്ളിലുള്ള മോളിക്യൂളിലും ഡിഫറെൻറ്റ് സിറ്റുവേഷനാണ്. ഉള്ളിലുള്ള മോളിക്യൂളിന് ഈ ചുറ്റും ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ച് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നില്ല. ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഒരു ഭാഗത്തു നിന്നുള്ള ഫോഴ്സ് മറ്റൊരു ഭാഗത്ത് ക്യാൻസൽ ചെയ്തു പോകും. എന്നാൽ സർഫസിലുള്ള മോളിക്യൂൾ അങ്ങനെയല്ല. അതിൻ്റെ താഴോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. കാരണം അതിൻ്റെ മുകളിൽ എന്തില്ല? മുകളിൽ മോളിക്യൂൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫോഴ്സ് എപ്പോഴും താഴോട്ടാണ് വരുന്നത്. സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് ഈസ് ഡിഫൈൻഡ് ആസ് എ എമൗണ്ട് ഓഫ് വർക്ക് ദാറ്റ് മസ്റ്റ് ബി ഡൺ ടു എക്സ്പാൻഡ് ദ സർഫസ് ഓഫ് ലിക്വിഡ് ബൈ യൂണിറ്റ് ഏരിയ. അത് അങ്ങനെ പറയണമെന്നൊന്നുമില്ല. ഇറ്റ് ഈസ് എ ഫോഴ്സ് അല്ലേ എക്സേർട്ടഡ് ടുവേർഡ്സ് ദ ഇൻറ്റീരിയർ ഓഫ് ദ ലിക്വിഡ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ ലിക്വിഡിൻ്റെ ഉള്ളിലോട്ട് അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സിനെയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അതെന്തുകൊണ്ട് ഈ രീതി ഡിഫൈൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ഉള്ളിലോട്ടൊരു ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ന്യൂട്ടൻ്റെ 3rd ലോ പ്രകാരം അതിനെ ഒപ്പോസ് ചെയ്യുന്നൊരു
സർഫ് കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും. എപ്പോഴും ഒരു ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും. അതാണ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നില്ല എന്നുള്ളൂ കേട്ടോ. സർഫസ് ടെൻഷൻ ഓഫ് എ ലിക്വിഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ദാറ്റ് മസ്റ്റ് ബി ഡൺ ടു എക്സ്പാൻഡ് ദ സർഫസ് ഓഫ് ലിക്വിഡ് ബൈ യൂണിറ്റ് ഏരിയ. അപ്പോൾ അവിടെ നമ്മൾ സർഫസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് ഏരിയയിൽ സർഫസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ കൊടുക്കുന്ന ഒരു വർക്കാണ് സർഫസ് ടെൻഷൻ. ഈ രൂപത്തിൽ നമ്മൾ പഠിക്കണമെന്നില്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ഡെഫിനിഷൻ. സർഫസ് ടെൻഷൻ ഓഫ് എ ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് അല്ലേ എക്സേർട്ടഡ് ടുവേർഡ്സ് എ ഇൻറ്റീരിയർ ഓഫ് ദ ലിക്വിഡ്. അത് പറഞ്ഞാൽ മതി. ഓക്കെ, അതാണ് സർഫസ് ടെൻഷൻ. കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്കതാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇനി ഈ സർഫസ് ടെൻഷൻ പലപ്പോഴും നമുക്കറിയാം, സർഫസ് ടെൻഷൻ വരുന്നത് കൊണ്ട് തന്നെ, സർഫസ് ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ ലിക്വിഡ് എപ്പോഴും ഒരു മിനിമം സർഫസ് ഏരിയ ഓക്യുപ്പൈ ചെയ്യാൻ ശ്രമിക്കും അല്ലേ. അതിൻ്റെ ഭാഗമായിട്ടാണ് പല ലിക്വിഡുമായി ബന്ധപ്പെട്ട പല പ്രോപ്പർട്ടിക്കും അത് കാരണമാകാറുണ്ട്. അപ്പോൾ എപ്പോഴും ഡ്യൂ ടു സർഫസ് ടെൻഷൻ ലിക്വിഡ് സർഫസ് ട്രൈസ് ടു ഹാവ് മിനിമം സർഫസ് ഏരിയ. ലിക്വിഡ് എപ്പോഴും ഒരു മിനിമം സർഫസ് ഏരിയയിൽ ഓക്യുപ്പൈ ചെയ്യാൻ ശ്രമിക്കും. ഈ മിനിമം സർഫസ് ഏരിയ ഓക്യുപ്പൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ലിക്വിഡിൻ്റെ ഒരു ഷേപ്പിലൊക്കെ നമുക്കറിയാം. നമ്മൾ പാത്രത്തിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ് ഒരു കേർവ്ഡായിട്ടാണ് കിടക്കുക. അതുപോലെ ലിക്വിഡ് നമുക്ക് എപ്പോഴും ഡ്രോപ്പായിട്ട് സ്ഫെറിക്കൽ ഷേപ്പിൽ കിട്ടും അല്ലേ. ഇതിനെല്ലാം റീസൺ ആയിട്ട് പറയുന്നത് അത് ഇതിന് വേണ്ടിയാണ്, ഡ്യൂ ടു സർഫസ് ടെൻഷൻ. അതിലുണ്ടാവുന്ന സർഫസ് ടെൻഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു മിനിമം ഏരിയയിൽ ഓക്യുപ്പൈ ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് അതിന് സ്ഫെറിക്കൽ ഷേപ്പ് കിട്ടുന്നത്. അതുപോലെ ഒരുപാട് സർഫസ് ടെൻഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്. ഒരു എക്സാമ്പിൾ ചോദിക്കാറുണ്ട്, പലപ്പോഴും എക്സാമ്പിൾ പല രീതിയിൽ ചോദിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു, ലിക്വിഡ് ഡ്രോപ്സ് ആർ സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. ലിക്വിഡ് ഡ്രോപ്പ് സ്ഫെറിക്കലായിട്ട് മാറുന്നത്. മറ്റൊരു ഇതാണ് കാപ്പിലറി റൈസ് അല്ലേ. നമ്മളൊരു വലിയൊരു പാത്രത്തിൽ ഒരു ട്യൂബ് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അതിനുള്ളിലോട്ട് കയറും. ഇതൊക്കെ അതിൻ്റെ സർഫസ് ടെൻഷൻ കൊണ്ടാണ്. പിന്നെ അതിൽ നമ്മൾ പറയുന്നത്, നമ്മൾ മുടിയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഒട്ടിപ്പിടിക്കും. ലിക്വിഡിലെത്തുമ്പോൾ അത് സർഫസ് ഏരിയ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഒട്ടി നിൽക്കും അല്ലേ. അതുപോലെ നമ്മൾ ബ്രഷിലൊക്കെ വെള്ളമാക്കുന്ന സമയത്ത് ബ്രഷ് ഇങ്ങനെ കൂടി നിൽക്കും അല്ലേ. വെള്ളം പോയി കഴിഞ്ഞാൽ അത് വിടർന്ന് നിൽക്കുക. അപ്പോൾ ഈ ഒരു ലിക്വിഡ് സ്റ്റേറ്റിൽ സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത് തന്നെ അതൊരു മിനിമം ഏരിയയിൽ ഓക്യുപ്പൈ ചെയ്യുന്നതുകൊണ്ട്. മറ്റൊരു എക്സാമ്പിൾ, നമ്മൾ നനഞ്ഞ മണ്ണ് എപ്പോഴും ഒട്ടി നിൽക്കും അല്ലേ. ആ ഒട്ടി നിൽക്കാനുള്ള കാരണവും ഈ പറയുന്ന സർഫസ് ടെൻഷനാണ്. കാരണം നനയുന്ന സമയത്ത് അതിനെപ്പോഴും മിനിമം ഏരിയയിൽ ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നല്ല ക്ലോസ് ആയിട്ട് നിൽക്കും, ഒട്ടി നിൽക്കും. അപ്പോൾ അതാണ് ഇതിന് ഒരുപാട് എക്സാമ്പിൾ പറയാറുണ്ട് സർഫസ് ടെൻഷൻ്റെ. അപ്പോൾ അതിലുള്ള ചില എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. അപ്പോൾ നമ്മൾ ലിക്വിഡുമായി ബന്ധപ്പെട്ട 3 പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാനുള്ള, ഒന്ന് വേപ്പർ പ്രഷർ, രണ്ടാമത്തെ സർഫസ് ടെൻഷൻ, മൂന്നാമത്തെ വിസ്കോസിറ്റി. ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ നിന്ന് പഠിച്ചതാണ്. ഞാനൊന്ന് ഇങ്ങനെ റിവൈസ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ കുറച്ച് സ്പീഡിൽ പോകാമെന്നുള്ളൂ. ഇതാണ് ലാസ്റ്റ് പ്രോപ്പർട്ടി. അല്ല, നമുക്കറിയാം ലിക്വിഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് ഫ്ലോ ചെയ്യും അല്ലേ. ലിക്വിഡ് മൂവ് ചെയ്യുമ്പം അതിൽ ലിക്വിഡ് ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ലിക്വിഡ് ഫ്ലോയെ മൂവ് ചെയ്യുന്നൊരു ഫോഴ്സ് ഉണ്ട്, അതിനെയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ആ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫോഴ്സ് വിച്ച് റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ലിക്വിഡ്. അങ്ങനെ പറഞ്ഞാൽ മതി, അത്ര ഷോർട്ടായിട്ട് അങ്ങനെ പറയാം. ഇറ്റ് ഈസ് ദ ഫോഴ്സ്
വിച്ച് റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ലിക്വിഡ്. നമുക്കറിയാം എല്ലാ ലിക്വിഡും ഒരേ ഫ്ലോയിലല്ല മൂവ് ചെയ്യുക. ഇപ്പോൾ വെള്ളം മൂവ് ചെയ്യുന്നൊരു ഫ്ലോയിലല്ല ഏത് മൂവ് ചെയ്യുക, നമ്മളുടെ ഓയിൽ മൂവ് ചെയ്യുക അല്ലേ. ആ ഒരു ഫ്ലോയിലല്ല നമ്മളുടെ മണ്ണെണ്ണ മൂവ് ചെയ്യുക. അപ്പോൾ ഓരോന്നിനും അനുഭവപ്പെടുന്ന വിസ്കോസിറ്റിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഡിഫറെൻറ്റ് സ്പീഡിൽ അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമുക്കറിയാം, ഒരു വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തെത്തുമ്പോൾ അതവിടെ സ്റ്റോപ്പായി. വെള്ളം മൂവ് ചെയ്തിട്ടൊരു പെർട്ടിക്കുലർ ഇതിലെത്തുന്ന സമയത്ത് അത് ഇവിടെ സ്റ്റോപ്പായി. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ സ്റ്റോപ്പാവുന്നു? ഡ്യൂ ടു വിസ്കോസിറ്റി. അപ്പോൾ ഫ്ലോയെ, ഈ ലിക്വിഡ് ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മളെന്ത് പറയുന്നത്? വിസ്കോസിറ്റി. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. ഇറ്റ് ഈസ് ദ ഫോഴ്സ് വിച്ച് റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ലിക്വിഡ്. അതിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഈ വിസ്കോസിറ്റി നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം നമുക്കറിയാം അതിലുള്ള ഈ എന്തുകൊണ്ടായിരിക്കും ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുന്നത്? നമുക്കറിയാം ലിക്വിഡിലുള്ള മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിഫറെൻറ്റ് ലെയറിലായിട്ടാണ് ലിക്വിഡ് കാണപ്പെടുക. അപ്പോൾ അതിൽ ഓരോ ലെയറിനും ഓരോ വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ അടിയിലുള്ള ലെയർ മുകളിലുള്ള ലെയറിൻ്റെ ഫ്ലോയെ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ ടോട്ടൽ ലിക്വിഡിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് ഫ്ലോ കൂടുതലായിരിക്കും, എന്നാൽ ഏറ്റവും അടിയിൽ ഫ്ലോ കുറഞ്ഞ് ഫ്ലോ സ്റ്റേഷനറി ആവുന്ന രീതി. കാരണം അടിയിലെത്തുമ്പോഴേക്കും അല്ലേ ഏറ്റവും കുറഞ്ഞ് വെലോസിറ്റി വളരെ കുറവായിരിക്കും. മുകളിലോട്ട് പോകുമ്പോൾ ഫ്ലോ കൂടി വരും. ഇപ്പോൾ വിസ്കോസിറ്റി ഓരോ ലെയറിലും അനുഭവപ്പെടുന്ന വിസ്കോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അതിന് നമുക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി എന്താ സംഭവിക്കുക? വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? പാർട്ടിക്കിൾസിന് മൂവ്മെൻറ്റ് കൂടും. മൂവ്മെൻറ്റ് കൂടുമ്പോൾ ഈ ഫോഴ്സ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ. അപ്പോൾ അവിടെ ഇനി നിങ്ങൾക്ക് പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് അതിനെ റൗണ്ട് ഷേപ്പിലോട്ടൊക്കെ മാറ്റാറുണ്ട് അല്ലേ? ഒരു മിനിറ്റ്, സോറി. അപ്പോൾ അവിടെ നമ്മൾ വിസ്കോസിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ വിസ്കോസിറ്റി എപ്പോഴും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ പലപ്പോഴും ഇതുമായി റിലേറ്റ് ചെയ്ത് പല ചോദ്യങ്ങളും വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ചില ഗ്ലാസ്സിനെ നമ്മളൊരു പെർഫെക്റ്റ് സോളിഡായിട്ട് പലപ്പോഴും കൺസിഡർ ചെയ്യാറില്ല. അതിനൊരു ലിക്വിഡ് നേച്ചറുള്ള ഒരു അമോർഫസ് ലിക്വിഡാണ് ഗ്ലാസ്. അതുകൊണ്ട് തന്നെ അത് ഹീറ്റ് ചെയ്യുമ്പോൾ ഗ്യാസിനുള്ള എഡ്ജിൻ്റെ സൈഡ് കുറച്ചും കൂടെ എന്തായിട്ട് മാറും? സ്മൂത്തായിട്ട് മാറും. നമുക്കറിയാം, നമ്മൾ ഗ്ലാസ്സൊക്കെ ചൂടാക്കിയിട്ട് അതിൻ്റെ ഇത് എഡ്ജ് എന്താക്കി മാറ്റാം? നമുക്കതിനെ സ്മൂത്താക്കി മാറ്റാം അല്ലേ? അങ്ങനെ സ്മൂത്താക്കി മാറ്റുന്നതിന് ഫയർ പോളിഷിങ് ഓഫ് ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു ലിക്വിഡ് നേച്ചർ കൊണ്ടാണ്. അപ്പോൾ ആ ഒരു സ്ഫെറിക്കൽ ഷേപ്പ് വരാനുള്ള കാരണം എന്താണ്? അത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് മെൽട്ടാവും എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലിക്വിഡായിട്ട് മാറും. ലിക്വിഡാകുമ്പോൾ നമുക്കറിയാം ഡ്യൂ ടു സർഫസ് ടെൻഷൻ അതിന് ഏത് ഇതിലാണ് എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞു സ്ഫെറിക്കൽ ഷേപ്പിലാണ് കുറച്ചും കൂടെ സർഫസ് ടെൻഷൻ കുറയുക. അപ്പോൾ സർഫസ് ടെൻഷൻ കുറഞ്ഞ ആ ഒരു, അല്ലെങ്കിൽ സർഫസ് ഏരിയ, നോട്ട് സർഫസ് ടെൻഷൻ, അവിടെ സർഫസ് ടെൻഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ സർഫസ് ഏരിയ മിനിമം ആവുന്ന ആ ഒരു ഷേപ്പിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഹീറ്റ് ചെയ്യണ സമയത്ത് അത് പലപ്പോഴും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ എന്താണ് കാരണം? ഡ്യൂ ടു സർഫസ് ടെൻഷനാണ്. അപ്പോൾ സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഗ്ലാസ് മെൽറ്റ് ചെയ്യണ സമയത്ത് അത് ലിക്വിഡായിട്ട് മാറും. ലിക്വിഡാകുമ്പോൾ സർഫസ് ടെൻഷൻ കൊണ്ട് സർഫസ് ഏരിയ മിനിമമായിട്ട് അത് റൗണ്ട് ഷേപ്പിലോട്ട് മാറുന്നു എന്നുള്ളതാണ്. മിനിമം സർഫസ് ഏരിയയിൽ ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് റൗണ്ട് ഷേപ്പാക്കി മാറും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫയർ പോളിഷിങ് ഓഫ് ഗ്ലാസ്. ഇനി ഗ്ലാസ്സുമായി ബന്ധപ്പെട്ട മറ്റൊരു വിസ്കോസിറ്റിയിലൊരു ഗ്ലാസ്സുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടെ പറയാനുണ്ട്.
ഈ നമ്മൾ ഗ്ലാസ്സിന് പ്രത്യേകത, ഗ്ലാസ്സിനൊരു ഹൈലി വിസ്കസ് ലിക്വിഡായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് ലിക്വിഡിൻ്റെ പല പ്രോപ്പർട്ടി അതിന് വരാറുണ്ട്. ഗ്ലാസ് നമ്മൾ കുറേ നേരം, അത് സോളിഡ് ആണെങ്കിലും കൂടി അത് കുറേ കാലം നമ്മൾ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാർട്ടിക്കിൾസ് സ്ലോ ആയിട്ട് മൂവ് ചെയ്തിട്ട് അടിഭാഗം കൂടുതൽ കട്ടിയുള്ളതായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ അങ്ങനെ മാറുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉള്ള പാർട്ടിക്കിൾസിൻ്റെ ഫ്ലോ കൊണ്ടാണ്. അപ്പോൾ അത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ്സിന് ഒരു ഹൈലി വിസ്കസ് ലിക്വിഡ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അമോർഫസ് സോളിഡ് ആയതുകൊണ്ടാണ് അങ്ങനൊരു ഗ്ലാസ്സിലുള്ള പാർട്ടിക്കിൾസിന് ഫ്ലോ ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് അങ്ങനെ അനുഭവപ്പെടാനുള്ള കാരണം. ഇപ്പോൾ ഗ്ലാസ്സിന് നമുക്ക് എന്തായിട്ട് പറയാം? ഹൈലി വിസ്കസ് ലിക്വിഡായിട്ട് പറയാം, അല്ലെങ്കിൽ അമോർഫസ് സോളിഡായിട്ട് പറയാം. അതിന് വിസ്കോസിറ്റി വളരെ കൂടുതലാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. താങ്ക് യു.